മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ഒരു കപ്പലിന്റെ കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വചനങ്ങളിൽ ഒരു കപ്പലിലെ യാത്രക്കാരെ പറ്റി പറയുന്നുണ്ട്. പരസ്പരം തിരുത്തുകയും തെറ്റുകൾ ചെയ്യുന്നവരെ തടയുകയും ചെയ്യാത്ത കപ്പൽ മുങ്ങിപ്പോകും എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് സാർ. അങ്ങനെയുള്ള ഒരു കപ്പൽ കേരളത്തിലും ഉണ്ടായിരുന്നു സാർ. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെയും തെറ്റുകൾ തിരുത്താതെയും മുങ്ങിപ്പോയ ഒരു കപ്പൽ. ആ കപ്പലിൽ ആളുകൾ പലതരം അതിക്രമം നടത്തിയപ്പോൾ കപ്പലിനെ രക്ഷിക്കേണ്ടിയിരുന്ന കപ്പിത്താൻ മെഗാ തിരുവാതിര ആസ്വദിക്കുകയായിരുന്നു സാർ. കപ്പലിലെ ജനങ്ങൾ കപ്പലിന്റെ കേടുപാടുകൾ സൂചിപ്പിച്ചപ്പോൾ പോലും കടക്ക് പുറത്തു എന്നും മാറി നിൽക്കങ്ങോട്ട് എന്നും വീട്ടിൽ പോയി ചോദിക്കുകയെന്നും ആയിരുന്നു സാർ കപ്പിത്താന്റെ മറുപടി. സാർ, ആ കപ്പൽ ആടി ഉലഞ്ഞപ്പോൾ കേടുപാട് തീർക്കുന്നതിന് പകരം കപ്പൽ ജീവനക്കാർ തന്നെ കപ്പൽ നശിപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോൾ രക്ഷാപ്രവർത്തനം എന്നാണ് സാർ കപ്പിത്താൻ അതിനെ പ്രശംസിച്ചത്. സാർ, അങ്ങനെയുള്ള കപ്പൽ മുങ്ങിയില്ല എങ്കിൽ അത്ഭുതമേ ഉള്ളൂ. മുങ്ങിയില്ലെങ്കിൽ മലയാളികൾ ആ കപ്പലിനെ മുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് സാർ. ഒരു കപ്പിത്താൻ മാത്രം നിയന്ത്രിക്കുന്ന ഒരു കപ്പലല്ല സാർ പുതിയ സർക്കാർ. ഇത് 102 ബോഗികൾ ഉള്ള ഒരു വിസ്മയ ട്രെയിനാണ്. ഇതിൽ ഗാർഡുമാരുടെയും സ്റ്റേഷൻ മാസ്റ്ററുടെയും ടെക്നീഷ്യന്മാരുടെയും ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായ ഉത്തരവാദിത്വത്തോടെയാണ് ഈ ട്രെയിൻ ഓടുക. ഈ ട്രെയിനിലെ യാത്രക്കാർ ജനങ്ങളാണ് സാർ. അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ട്രെയിൻ യാത്രയുടെ സൗകര്യങ്ങളും കൂട്ടുന്നതിനും പുതിയ റൂട്ടുകൾ അനുവദിക്കുന്നതിനും പരിഗണിക്കും സാർ. സിഗ്നലുകൾ കൃത്യമായി പാലിച്ച് കഴിഞ്ഞ കാലത്ത് നശിച്ച പാലങ്ങൾ നന്നാക്കി പരമാവധി വേഗം ആർജിച്ച് ഈ ട്രെയിൻ കൃത്യസമയത്ത് ഓരോ സ്റ്റേഷനിലും ഓടിയെത്തി ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും സാർ. ഈ ട്രെയിൻ ഈ രാജ്യത്തിന് മാതൃകയായ ഒരു ട്രെയിനായി മാറും സാർ. നിങ്ങൾ കേട്ടില്ലേ? ഒരു കപ്പലിലെ യാത്രക്കാർ പരസ്പരം തിരുത്തുകയും ആ തെറ്റ് തിരുത്തിയൊക്കെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ കപ്പൽ മുങ്ങുമെന്ന്. ഈ വീണ ജോർജ് ആയിരുന്നു കഴിഞ്ഞ സഭയില് പിണറായി വിജയനെ കപ്പിത്താനാക്കിയതും കപ്പൽ ഇറക്കിയതൊക്കെ. വീണ ജോർജ് തന്നെ ആ പറയുന്ന കപ്പലിനെ അങ്ങ് മുക്കിയിട്ടുണ്ട്. ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ളത് രമ്യ ഹരിദാസ് ആണ്. യഥാർത്ഥത്തില് ഇത്തരം ഡയലോഗ് അടികളെയൊക്കെ പുതുതലമുറ സ്വീകരിക്കുമോ? എന്തിനാണ് ഇത്ര പ്രീണിപ്പിച്ചൊക്കെ രംഗത്ത് വരുന്നത്? 102 ബോഗികളും ഒരുമിച്ചാണ് ഈ ട്രെയിൻ മുന്നോട്ട് പോകുന്നത് എന്ന്. ഇപ്പൊ കപ്പൽ മുങ്ങിയതുപോലെ തന്നെ സകലരും ഒരുമിച്ചൊരു ട്രെയിനൊക്കെ അങ്ങ് ഓടിച്ചാൽ അതും നേരെ പാളം തെറ്റി മൂക്കും കുത്തി വീഴുമെന്നുള്ളത് ഈ രമ്യ ഹരിദാസിനൊക്കെ ഒന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. കഴിഞ്ഞ സഭയെ തള്ളി മറിച്ചിട്ടത് വീണ ജോർജ് ആയിരുന്നെങ്കിൽ ഏകദേശം ഈ സഭയെ മറിച്ചിടാൻ പോകുന്നത് രമ്യ ഹരിദാസ് ആണ് എന്നുള്ളതും ആദ്യമേ തന്നെ സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ. ഏതായാലും വീണ ജോർജിന്റെ ആ ഒരു കപ്പിത്താൻ ഇറക്കിയതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങളതൊന്ന് കേട്ടോക്കൂ. മതസ്ഥാപനങ്ങളെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി നെഞ്ചുറപ്പോടെ നിന്ന വർഗീയതയ്ക്കെതിരെ നിലകൊള്ളുന്ന നേതാവാണ് സാർ സഖാവ് പിണറായി വിജയൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈ കപ്പൽ ആടി ഉലയുകയല്ല, ഈ കപ്പൽ നവകേരളത്തിന്റെ തീരത്തേക്ക് അടുക്കുകയാണ്. ആ തീരത്ത് വിജയത്തിന്റെ ചെങ്കൊടി പാറും. അവിടെ ജനാധിപത്യവും മതേതരത്വവും പുലരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ നിങ്ങൾ കേട്ടില്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം സകല മലയാളികളും തിരിച്ചറിയണം. ഈ പറയുന്ന പിണറായി വിജയനും കൂട്ടരും ഇടതുപക്ഷമൊക്കെ വർഗീയതക്കെതിരെ എന്ന് പറയുമ്പോൾ അവരാരെ കൂട്ടിപ്പിടിക്കണം? ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിപ്പിടിക്കണം. ഈ പറയുന്ന സുഡാപ്പികളെ കൂട്ടിപ്പിടിക്കണം. അപ്പൊ ഇവിടെ ഇടതുപക്ഷം വിജയിച്ചോ? ഇത് നേരെ മറിച്ച് UDF ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയെയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിനെയൊക്കെ കൂട്ടിപ്പിടിച്ച് മതേതര സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോ നമ്മുടെ കേരളത്തിൽ UDF വിജയിച്ചോ? ഇതാണ് നമ്മുടെ കേരളത്തിലെ പ്രത്യേകതരം മതേതരത്വം എന്നുള്ളത് സകലരും തിരിച്ചറിയുക. ഈ രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ള സകലരോടും പറയാനുള്ളത്, നിങ്ങൾ സഭയിലാണ് സംസാരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ പാർട്ടി ക്ലാസ്സിലല്ല ഈ സംസാരിക്കുന്നത്. നിങ്ങളുടെ ആളുകളെ ഇങ്ങനെ പൊക്കി പറഞ്ഞ് ഇതൊന്നും മലയാളികൾക്ക് കേൾക്കേണ്ട. മലയാളികൾക്ക് കേൾക്കേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ വാഗ്ദാനങ്ങളൊക്കെ എവിടെ? 25 ലക്ഷം രൂപ വെച്ച് ആരോഗ്യ ഇൻഷുറൻസ് കേരളത്തിലെ ഓരോ കുടുംബത്തിനും നൽകുമെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചോ? അതെവിടെ? അതിപ്പം നടപ്പിലാക്കുമെന്നൊക്കെ പ്രഖ്യാപനം നടക്കുന്നുണ്ട്. അതെന്ന് നടപ്പിലാക്കും? അതെങ്ങനെ നടപ്പിലാക്കും? എന്നാണ് ഈ പദ്ധതിക്ക് തുടക്കമുള്ളത്? അതേത് തരത്തിലാണ് നിങ്ങൾ 25 ലക്ഷം രൂപ ഓരോ കുടുംബത്തിനും കൊടുക്കാൻ പോകുന്നത്? ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എങ്ങനെയാണ് നിങ്ങൾ ആളുകളെ ഉൾക്കൊള്ളിക്കുന്നത്? അതിലൊരു വ്യക്തത ഈ സമയം വരെയില്ല. സതീശൻ ഈ പറയുന്ന പൂക്കിച്ചിരിയുമായിട്ട് ഒരു ഭാഗത്തേക്ക് ഓടുകയാണ്. അങ്ങനെ ഓരോ ആളുകളും എന്തൊക്കെയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗിമ്മിക്ക് കാണിക്കുക എന്നല്ലാതെ
ഈ പറയുന്ന UDF പ്രഖ്യാപിച്ചിരുന്ന ഓരോ കുടുംബത്തിനുമുള്ള 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് എവിടെ? വർഷത്തിലും ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയാ UDF സർക്കാർ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ചത്. സത്യപ്രതിജ്ഞ ചെയ്തോ, മന്ത്രിസഭ രൂപീകരിച്ചോ, സഭ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞ ആ 25 ലക്ഷം രൂപ എങ്ങനെയാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത്? എന്ന് മുതലാണ് കേരളത്തിലെ ജനത അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്? അതേത് രീതിയിലാണ് ജനങ്ങൾക്ക് ലഭിക്കുക? മറ്റൊന്ന്, ഇവിടെ സർക്കാർ ബസ്സുകളിൽ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. സത്യപ്രതിജ്ഞ കഴിഞ്ഞു, മന്ത്രിസഭ രൂപീകരിച്ചു. ഈ സമയം വരെ നമ്മുടെ കേരളത്തിലെ ഒരു സ്ത്രീക്ക് പോലും സൗജന്യമായിട്ട് UDF പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒരു ടിക്കറ്റ് പോലും ഈ സമയം വരെ സൗജന്യമായിട്ട് കേരളത്തിലെ ഒരു സ്ത്രീക്ക് പോലും ലഭിച്ചിട്ടില്ല. അതേസമയം നമ്മുടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ബംഗാളിൽ, BJP ഭരിക്കുന്ന ബംഗാളിൽ, നമുക്കും കേരളത്തിലും ഈ പറയുന്ന ബംഗാളിലൊക്കെ ഒരുമിച്ച റിസൾട്ട് വന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സുവേന്ദു അധികാരി ബംഗാളിന്റെ മുഖ്യമന്ത്രി. ഈ ബംഗാളിൽ സകല സ്ത്രീകൾക്കും സർക്കാർ ബസ്സുകളിൽ സൗജന്യമായിട്ട് യാത്ര തുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിയാ. ബംഗാളിലെ ഒരു സ്ത്രീക്കും ഇപ്പോ സർക്കാർ ബസ്സുകളിൽ ക്യാഷ് കൊടുക്കേണ്ട. എന്നാൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താ? ഇപ്പോഴും ട്രെയിനും കപ്പലും ഓടിച്ചിരിക്കുക നമ്മുടെ സഭയിലെ. രമ്യ ഹരിദാസ് ഒക്കെ എത്തിയിട്ട് ഇപ്പൊ ട്രെയിനാണ് ഓടിക്കുന്നത്. 102 ആളുകളും ഡ്രൈവർമാരുള്ള ട്രെയിനാണ് ഇപ്പോ നമ്മുടെ കേരളത്തിൽ സഭയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു അവസ്ഥയാ! ഇനി വിദ്യാർത്ഥികൾക്ക് മാസത്തിൽ 1000 രൂപ പറഞ്ഞു. എവിടെ എങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾ നടപ്പിലാക്കൂ? നിങ്ങൾ ട്രെയിനോ കപ്പലോ നിങ്ങൾ എന്ത് തേങ്ങ വേണമെങ്കിലും ഓടിച്ചോളൂ. അതിന് എല്ലാവരും കൂടി ഡ്രൈവിംഗ് സീറ്റിലേക്കാണെങ്കിൽ അങ്ങനെ. പക്ഷെ മലയാളികൾക്ക് ഇവിടെ ഉത്തരം വേണം. നിങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് പറഞ്ഞത് പറ്റിച്ചതാണോ, വഞ്ചിച്ചതാണോ, കൊടും ചതി ചെയ്തതാണോ? എവിടെ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് ഏത് ബസ്സിലാണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ കയറേണ്ടത്? ഏത് ബസ്സിലാണ് സൗജന്യമായിട്ട് ഏത് ബസ്സിലാണ് കയറേണ്ടത്? അതുപോലെ ഏത് ആരോഗ്യ ഇൻഷുറൻസ്, ഏത് ഹോസ്പിറ്റലിൽ പോയാലാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക? ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, ഏത് സ്വകാര്യ ഹോസ്പിറ്റലുകൾ, എവിടേക്ക് പോയാൽ ഏതൊക്കെ ചികിത്സക്കാണ് നിങ്ങൾ പറയുന്ന 25 ലക്ഷം രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുക? കേരള ജനതയ്ക്ക് ഇതിന്റെ ഉത്തരങ്ങളാ വേണ്ടത്. അതേപോലെ പെട്രോളിന് ഈ പറയുന്ന പ്രതിപക്ഷത്ത് VD സതീശൻ ഇരുന്ന സമയത്ത് നിരന്തരം പറഞ്ഞു, കേരള സർക്കാർ നിരന്തരം ഇവിടെ ഈ പറയുന്ന സെസ് കൂട്ടുന്നു, അങ്ങനെ കൂട്ടുന്നു, ഇങ്ങനെ കൂട്ടുന്നു, ഞങ്ങളാണെങ്കിൽ അത് ചെയ്യില്ലായിരുന്നു എന്ന്. ആ സതീശൻ ഇന്ന് കേരളം ഭരിക്കുമ്പോ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടാക്സ് വാങ്ങുന്ന സംസ്ഥാന നികുതി വാങ്ങുന്നത് നമ്മുടെ കേരളത്തിലാ. നമ്മളെക്കാൾ 13 രൂപ കുറവിലാ ഗുജറാത്തിൽ പെട്രോള് വിൽപ്പന നടത്തുന്നത്. തമിഴ്നാട്ടിൽ നമ്മളെക്കാൾ 10 രൂപ കുറവാ. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ പോലും നമ്മളെക്കാൾ പെട്രോളിന് വില കുറവാ. അങ്ങനെ മലയാളികൾ തിരിച്ചറിയണം. സതീശന്റെ പൂക്കിച്ചിരിയോ രമ്യ ഹരിദാസിന്റെ ട്രെയിൻ ഓടിക്കുന്നതോ അല്ല മലയാളികൾക്ക് വേണ്ടത്. ഒരു 10 രൂപയെങ്കിലും ഒരു ലിറ്ററിന് വെച്ചിട്ട് കേരളത്തിലെ സർക്കാരിനൊന്ന് കുറച്ച് തന്നുകൂടെ? ഈ ജനതയോട് നിങ്ങൾ പറഞ്ഞതല്ലേ, നിങ്ങൾ പ്രതിപക്ഷത്തുള്ള സമയത്ത് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ സംസ്ഥാന നികുതി കുറയ്ക്കുമെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് ഇന്ന് പറയാ അതൊന്നും നടക്കൂല എന്ന്. നാണമില്ല സതീശന്? നിങ്ങളൊരു കാര്യം ചെയ്യും, 102 പേരും കൂടിയിട്ട് ഈ ട്രെയിൻ ഓടിക്കൂ. ആ ട്രെയിനിന്റെ പാളം തെറ്റിക്കാനും കേരളത്തിലെ ജനത തയ്യാറാണ്. ഇടതിനെയും വലതിനെയും കേരള ജനത ഇങ്ങനെ സഹിച്ചിരിക്കുകയാണ് എന്നുള്ളതും ഇത്തരം ആളുകളൊക്കെ തന്നെ അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.